ഹലോ ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിൻ്റെ അടുത്ത സെഷനാണിത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പ്രസൻറ്റേഷൻ ടെക്നിക്സും പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സുമാണ്. ഒരു പബ്ലിക് സ്പീക്കർ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രസൻറ്റേഷനിൽ നിങ്ങളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, എങ്ങനെയാണ് നിങ്ങളുടെ പോസ്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോസ്ചർ, പാം അപ്പ്, പാം ഡൗൺ, സ്റ്റീപ്പിൾ ഹാൻഡ്, ബാസ്കറ്റ്ബോൾ ഹാൻഡ്, ഇതൊക്കെ പറഞ്ഞു തന്നു. ഹോപ്പ് യു ഹവ് വാച്ച്ഡ് ദ വീഡിയോസ്. ഇനി ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ഇന്നലത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ആണ്. എങ്ങനെയാണ് പവർ പോയിൻ്റ് അല്ല, പ്രസൻറ്റേഷൻ ടെക്നിക്സ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഓറലി ഒരു പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത്. അപ്പം അത് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. വാട്ട് ഈസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ? Written communication involves any type of interaction that make use of written words. വേർഡ്സ് യൂസ് ചെയ്തിട്ട് എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ വെൻ യു ആർ യൂസിങ് വേർഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, ഇറ്റ് ഈസ് കോൾഡ് ആസ് എ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. The written communication is most common and effective mode of business communication in any organization. ഏതൊരു ഓർഗനൈസേഷനിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൂടിയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് ഫോം. ഇലക്ട്രോണിക് മെയിൽ ആവാം, മെമ്മോ ആവാം, റിപ്പോർട്ട് ആവാം, ഡോക്യുമെൻറ്റ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം. ഇതൊക്കെയാണ് നമ്മൾ ഫോർമലി യൂസ് ചെയ്യുന്ന റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ് ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബിസിനസ് ലെറ്റേഴ്സ് ആണ്. ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റഡ് ലെറ്റേഴ്സ് വിച്ച് ഇസ് സെൻഡ് ബൈ മെയിൽ, സ്പീഡ് പോസ്റ്റ്, കൊറിയർ എക്സെട്ര. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് പുറത്തുള്ള ആളുകളുമായിട്ട് ബിസിനസ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഔട്ട്സൈഡ് പാർട്ടീസിന് നിങ്ങൾക്ക് ഒന്നുകിൽ മെയിലായിട്ട് അയക്കാം, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൊറിയറായിട്ടും അയക്കാം. പിന്നെ പറയുന്ന ഒന്നാണ് ഇമെയിൽ എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് മെയിൽ. ഇറ്റ് ഈസ് എ മെസ്സേജ് സെൻഡ് അക്രോസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി സെൻഡ് ചെയ്യുന്ന മെസ്സേജുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് ടു ഡിഫറെൻറ്റ് പീപ്പിൾ ഔട്ട്സൈഡ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് പേരുകളുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിലിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. മൂന്നാമത് പറയുന്നത് ബിസിനസ് മെമ്മോ. മെമ്മോൻ്റെ ഫുൾ ഫോമാണ് മെമ്മോറാൻഡം എന്ന് പറയുന്നത്. ബിസിനസ് മെമ്മോറാൻഡം. എന്താണ് ബിസിനസ് മെമ്മോറാൻഡം? ഇറ്റ് ഈസ് എ ഷോർട്ട് ഡോക്യുമെൻറ്റ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഒഫീഷ്യൽ ഇൻഫർമേഷൻ വിത്തിൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ്സിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ ബിസിനസ്സിലെ എംപ്ലോയീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് ബിസിനസ് മെമ്മോ എന്ന് പറയുന്നത്. അടുത്തത് പറയാനുള്ളത് നോട്ടീസാണ്. നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രിൻറ്റഡ് അനൗൺസ്മെൻ്റ് ആണ്. ഒരുപാട് പേരെ ഒരേ സമയം നമുക്ക് പലതും അറിയിക്കാനുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരുപാട് ആളുകളായിട്ട് നമുക്കൊരു പ്രത്യേക കാര്യം അറിയിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് നോട്ടീസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി പേസ്റ്റഡ് ഓർ സർക്കുലേറ്റഡ് ഇൻഡിവിജ്വലി. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലും ബിസിനസ്സിൽ ആ നോട്ടീസ് പതിപ്പിച്ച് വെക്കാം, ആ ഡോക്യുമെൻ്റ് പതിപ്പിച്ച് വെക്കാം. ആളുകൾ പാസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അത് വായിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പേഴ്സൺസിനും ഇൻഡിവിജ്വലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൾക്കാരിലേക്ക് ആ നോട്ടീസ് എത്തിച്ചു കൊടുക്കാം. അപ്പം ഇറ്റ് ഈസ് എ പ്രിൻറ്റഡ് അനൗൺസ്മെൻറ്റ് ടു ഇൻഫോം ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അബൌട്ട് സംതിങ് ഇൻ ദ ബിസിനസ്. പിന്നെ പറയുന്നത് സർക്കുലർ ആണ്. ഇറ്റ് ഈസ് എൻ ഒഫീഷ്യൽ ലെറ്റർ കണ്ടെയ്നിങ് സം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആളുകളായിട്ട് കമ്പനിക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ
അതായത് ഓർഡർ കൊടുക്കാനോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനോ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഫോമാണ് സർക്കുലർ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റിപ്പോർട്ടാണ്. എ ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഔട്ട്കം ഓഫ് ആൻ അസൈൻഡ് ജോബ് ഓർ ആക്ടിവിറ്റി. അതായത് ഒരു ജോബ് തന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളത് നമ്മൾ ആ ജോലി നമ്മളെ ഏൽപ്പിച്ച ആളെടുത്ത് പറയേണ്ടി വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജോബ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ആയ വിവരം ആ ജോബ് നമ്മളെ ഏൽപ്പിച്ച ആളെ നമ്മൾ എന്ത് ചെയ്യണം, അറിയിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ഫോർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. ഉള്ളിലുള്ള റിപ്പോർട്ടിങ്ങിനും അതേപോലെ തന്നെ പുറത്ത് എക്സ്റ്റേണൽ പാർട്ടീസിനും വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, റിപ്പോർട്ട്സ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ആനുവൽ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ആനുവൽ അക്കൗണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ് ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളുടെ മേലധികാരികൾക്ക് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇതൊക്കെ ഏതിൽ വരുന്നു, റിപ്പോർട്ടിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇറ്റ് ഈസ് എ ഫോം ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. പിന്നെ പറയുന്നത് അജണ്ട ആൻഡ് മിനിറ്റ്സ് ആണ്. ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അജണ്ട എന്ന് പറയുന്നത്. ഒരു മീറ്റിംഗ് വിളിച്ചു വരുത്തുകയാണെങ്കിൽ, മേലധികാരി ഒരു മീറ്റിംഗ് വിളിച്ചു വരുത്തുകയാണെങ്കിൽ ആ മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് നമ്മൾ അജണ്ട എന്ന് പറയുന്നു. ആ മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനിറ്റ്സ് എന്ന് പറയുന്നത്. മിനിറ്റ്സ് ആർ ദ റിട്ടൺ റെക്കോർഡ്സ് ഓഫ് ദ ഡിസിഷൻ ടേക്കൺ ഇൻ എ മീറ്റിംഗ്. അടുത്തത് പറയുന്നത് പ്രൊമോഷണൽ മെറ്റീരിയൽസ് ആണ്. പ്രൊമോഷണൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാറ്റലോഗ്, ലീഫ്ലെറ്റ്, പ്രസ് റിപ്പോർട്ട്, ബ്രൗഷേഴ്സ്, ബിസിനസ് കാർഡ്സ്, അഡ്വർടൈസിങ് മെറ്റീരിയൽസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രൊമോഷന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളെയും നമ്മൾ എന്ത് പറയുന്നു, പ്രൊമോഷണൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നു. അത് ചിലപ്പോൾ ബിസിനസ്സിൻ്റെ കാറ്റലോഗ് ആവാം, അതേപോലെ തന്നെ ലീഫ്ലെറ്റുകളാവാം, ബ്രൗഷേഴ്സ് ആവാം, അഡ്വർടൈസ്മെൻറ്റ് മെറ്റീരിയലുകളാവാം. ഇതൊക്കെ ചിലപ്പം പ്രിൻറ്റഡ് ഫോം ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോർമിലും ആവാം. നെക്സ്റ്റ് വൺ ഇസ് എംപ്ലോയീസ് മാനുവൽ. എംപ്ലോയി മാനുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഹാൻഡ് ബുക്ക് വിച്ച് ഇസ് ഗിവൺ ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു മാനുവൽ ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എംപ്ലോയീസ് മാനുവൽ എന്ന് പറയുന്നത്. ഒരു ഹാൻഡ് ബുക്കാണ്. ആ ഹാൻഡ് ബുക്കിൻ്റെ അകത്ത് എന്തായിരിക്കും ഉണ്ടാവുന്നത്, അവരുടെ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വർക്കിംഗ് ടൈം, അവരുടെ റൂൾസ്, റെഗുലേഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇതെല്ലാം അടങ്ങുന്ന ഒരു മാർഗനിർദ്ദേശത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എംപ്ലോയീസ് മാനുവൽ എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസ് മാനുവലും ഒരു റിട്ടൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ പറയുന്നത് ബെനഫിറ്റ്സ് ഓഫ് ദ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. എന്തൊക്കെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷനുള്ള ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് എ പെർമനൻറ്റ് റെക്കോർഡ് എന്നാണ്. നിങ്ങൾ റിട്ടൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ, നോട്ടീസ് ആവട്ടെ, സർക്കുലർ ആവട്ടെ, ഇമെയിൽ ആയിക്കോട്ടെ, ലെറ്റേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പെർമനൻറ്റ് റെക്കോർഡാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് റിട്ടൺ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു, അതിന് യാതൊരു തെളിവുമില്ല, അതൊരു റെക്കോർഡിക്കൽ ഫോർമാറ്റേ അല്ല. നാളെ എനിക്കത് വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ എനിക്കെന്താണ്, ചിലപ്പം അത് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് എ പെർമനൻറ്റ് റെക്കോർഡ് വെയർ യു ക്യാൻ റെഫർ ഇറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അതോറിറ്റേറ്റീവ് ഡോക്യുമെൻറ്റ്. അതൊരു അതോറിറ്റേറ്റീവ് ഡോക്യുമെൻ്റ് ആണ്. നിങ്ങൾ റിട്ടൺ ആയിട്ട് എന്ത് കൊടുക്കുകയാണെങ്കിലും, മെമ്മോ കൊടുക്കുകയാണെങ്കിലും, സർക്കുലർ കൊടുക്കുകയാണെങ്കിലും, എന്ത് കൊടുക്കുകയാണെങ്കിലും അതിൽ യാതൊരു വിധത്തിലുള്ള അവ്യക്തതകൾ ഉണ്ടാവുന്നില്ല, യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷൻസും ഉണ്ടാവുന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ക്ലിയർ ആയിട്ടായിരിക്കും ആ ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ഉണ്ടാവുന്നത്. മൂന്നാമത് പറയുന്നത് ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. നമുക്ക് ലീഗലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഏത്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലീഗലായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. എന്ത് കാര്യത്തിനും അതൊരു റിട്ടൺ പ്രൂഫ് ആയതുകൊണ്ട് നമുക്ക് ലീഗലി നിയമപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് റിട്ടൺ
കമ്മ്യൂണിക്കേഷനിലെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ആക്യുറേറ്റ് ആണ്. ആക്യുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു അതോറിറ്റേറ്റീവ് ഡോക്യുമെൻ്റ് ആയതുകൊണ്ടും ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആയതുകൊണ്ടും ഇതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവുന്നില്ല. വളരെ കറക്റ്റായിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും ഏതിലുണ്ടാവുന്നത്, റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇറ്റ് ക്യാൻ ബി സെൻഡ് ടു എനി പാർട്ട് ഓഫ് ദ വേൾഡ് ഇലക്ട്രോണിക്കലി ഓർ മാനുവലി. ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഇലക്ട്രോണിക്കലി ഇമെയിലായിട്ടോ അല്ലാതെ മാനുവലി സ്പീഡ് പോസ്റ്റ് കൊറിയറായിട്ടോ നമുക്ക് അയക്കാൻ പറ്റുന്ന ഒന്നാണ് ഏത്, റിട്ടൺ കമ്മ്യൂണിക്കേഷനിലെ പല ഡോക്യുമെൻറ്റ്സും. നെക്സ്റ്റ് വൺ ഇസ് ഈസി അണ്ടർസ്റ്റാൻഡിങ്. വീണ്ടും വീണ്ടും സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ എന്താവുന്നു, എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. കാരണം ഇത് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ഈ റിട്ടൺ ഡോക്യുമെൻ്റ്. നമുക്ക് സൗകര്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കത് എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യാം, സമാധാനപരമായിട്ട് വായിച്ച് നോക്കാം. അപ്പം അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ ലോങ് മെസ്സേജസ്. ഒറ്റയടിക്ക് വായിച്ച് തീർക്കാൻ പറ്റാത്ത മെസ്സേജുകളാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, റിട്ടൺ മെസ്സേജായിട്ട് നമുക്ക് അയക്കാവുന്നതാണ് നല്ലത്. അങ്ങനെ വരുന്ന സമയത്ത് സമയം കിട്ടുമ്പോൾ നമുക്കത് എന്ത് ചെയ്താൽ മതി, വായിച്ച് തീർത്താൽ മതി. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയീസ് മാനുവൽ എന്ന് പറയുന്നത് അതൊരു ഹാൻഡ് ബുക്കാണ്. അത് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് പാലിക്കേണ്ട റൂൾസും റെഗുലേഷൻസിനെയും പറ്റിയിട്ടുള്ള ഒരു ബുക്കാണ് ഏത്, ഈ എംപ്ലോയീസ് മാനുവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 2 വാക്കിലോ 3 വാക്കിലോ ഒതുങ്ങുന്ന കാര്യമല്ല. അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊരു വ്യക്തിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതാവുമ്പോൾ അയാൾക്ക് സമയം കിട്ടുമ്പോൾ സൗകര്യപൂർവ്വം അയാൾക്ക് എന്ത് ചെയ്യാം, ഈ വലിയ മെസ്സേജ് സമാധാനമായിട്ട് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ലെസ് പോസിബിലിറ്റി ഓഫ് ലോസ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. ഇപ്പം ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം അത് കേൾക്കുന്ന വ്യക്തി വേറൊരു രീതിയിലായിരിക്കും കേൾക്കുന്നത്. ചില സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റുകൾ പറയാൻ വിട്ടുപോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് തെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ എന്ത് വരുന്നില്ല, ലെസ് പോസിബിലിറ്റി ഓഫ് ലോസ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ആണ്. അത് ഒരു വ്യക്തിയിൽ നിന്നും സെൻഡറിൽ നിന്നും അത് റിസീവറിലേക്ക് എത്തുന്നത് വരെ അതിലുള്ള എല്ലാ ഡാറ്റയും എന്താണ്, വളരെ സേഫായിരിക്കും. ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധ ചിലപ്പോൾ മാറിപ്പോവാം. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ എന്താവുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല. പക്ഷേ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെയൊരു പ്രശ്നമേ വരുന്നില്ല. ഡാറ്റ അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണ്, ആ മെസ്സേജ് വളരെ സേഫായിരിക്കും. നെക്സ്റ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഒരു സ്ഥാപനത്തിൽ എന്നും നിലനിൽക്കുന്ന റൂൾസും റെഗുലേഷൻസും ഉണ്ടാവും. ആ റൂൾസും റെഗുലേഷൻസും എപ്പോഴും നല്ലത് റിട്ടൺ ആയിട്ട് തന്നെ സൂക്ഷിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിൻ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ സെൻഡിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഇപ്പം നമുക്ക് ഗ്രാഫ്, ചാർട്ട്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബഡ്ജറ്ററി റിപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേറ്റവും നല്ലത് എന്ത് കമ്മ്യൂണിക്കേഷനാണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അല്ലാതെ ഓറലി ഒരു ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ വെർബലി ഒരു ചാർട്ടിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ടോ കാര്യമില്ല. ആ ചാർട്ട് വരച്ച് വ്യക്തമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ അടിയിൽ റിട്ടൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണുന്ന വ്യക്തിക്കത് മനസ്സിലാവാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ഇസ് ക്യാൻ ബി സെൻഡ് ടു മെനി പേഴ്സൺ അറ്റ് എ ടൈം. ഇപ്പോൾ ഒരു ഇമെയിൽ അയക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇമെയിൽ അയക്കുന്ന സമയത്ത് ഒരുപാട് ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടു എന്ന് പറയുന്ന ആ കോളത്തിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. നോട്ടീസ് ആണെങ്കിൽ ഒരുപാട് പേർക്ക് അത് പെട്ടെന്ന് തന്നെ സർക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സർക്കുലർ ആണെങ്കിൽ ഒരുപാട് പേർക്ക് നമുക്ക് ഒറ്റയടിക്ക് അത് സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒരുപാട് ആളുകൾക്ക് ഒറ്റയടിക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് റിട്ടൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്.
ഇനി പറയാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ദ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അതിലെന്തായാലും എന്തുമുണ്ടാവും, ദർ വിൽ ബി എ സർട്ടൺ ലിമിറ്റേഷൻസ് ഫോർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അത് തീരുന്നു. പക്ഷേ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, മെസ്സേജ് പ്രിപ്പയർ ചെയ്യണം, മെസ്സേജ് റൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യണം, ആവശ്യമുള്ള ആൾക്കത് സെൻഡ് ചെയ്യുകയും വേണം. അപ്പം അവിടെ എന്താണ്, ഒരു ടൈം ഡിലേ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ പോസ്റ്റലി അയക്കുകയാണെങ്കിൽ ചിലപ്പം പോസ്റ്റൽ ഡിലേ വരാം, കൊറിയർ വഴി അയക്കുകയാണെങ്കിൽ കൊറിയർ ഡിലേ വരാം. അങ്ങനെ വരുന്ന സമയത്ത് ആ വ്യക്തി കറക്റ്റ് ടൈമിൽ ആ മെസ്സേജ് കണ്ടുകൊള്ളണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് പോയിൻ്റ് ഇസ് എക്സ്പെൻസീവ്. റിട്ടൺ മെസ്സേജ് എപ്പോഴും എന്തായിരിക്കും, എക്സ്പെൻസീവ് ആണ്. കാരണം പേപ്പർ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. റിട്ടൺ ആണെങ്കിൽ എന്തായാലും പേപ്പർ വേണമല്ലോ. ഇലക്ട്രോണിക്കലി ആണെങ്കിലും എന്താണ്, ഒരു കമ്പ്യൂട്ടറും വേണം, അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു ഇൻ്റർനെറ്റ് കണക്ഷനും വേണം. അപ്പോൾ എങ്ങനെ നോക്കിയാലും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. പിന്നെ പറയുന്നത് നോ സീക്രസിയാണ്. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഹാക്ക് ചെയ്യാം. കൊറിയർ വഴി നിങ്ങൾ അയക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൊറിയറിൽ വരുന്ന ആ മെസ്സേജ്, ആ എൻവലപ്പ് അല്ലെങ്കിൽ ആ ലെറ്റർ പൊട്ടിച്ച് വായിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ എന്തില്ല, സീക്രസി ഇല്ല. അടുത്തത് പറയുന്നത് നോ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്. നിങ്ങളൊരു ഇമെയിൽ ഒരാൾക്ക് അയക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ ഒരാൾക്ക് പോസ്റ്റ് ചെയ്യുന്നു, ഒരാൾക്ക് കൊറിയർ ചെയ്യുന്നു, അതവിടെ കിട്ടി, റിസീവർ അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഫീഡ്ബാക്ക് കിട്ടുന്നുള്ളൂ. അതായത് ആ മെസ്സേജിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് നിങ്ങളൊരാളെടുത്ത് വെർബലി ഒരു കാര്യം പറയുകയാണ്, ഒരാളെ നിങ്ങളുടെ നേരെ നിർത്തിയിട്ട് വെർബലി നിങ്ങൾ അയാളെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ സെൻഡറും റിസീവറും സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ അപ്പം തന്നെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിസീവറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഉടനടി തന്നെ അവിടെ കൺഫ്യൂഷൻസ് ക്ലിയർ ആക്കി നമുക്ക് മുന്നോട്ട് പോവാം. പക്ഷേ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടേക്ക് ടൈം. നെക്സ്റ്റ് ഈസ് ലെസ് ഫ്ലെക്സിബിൾ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഫ്ലെക്സിബിൾ അല്ല. കാരണം നിങ്ങളൊരു ഇമെയിലോ ഒരു ലെറ്ററോ നിങ്ങൾ അയച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ്, അയ്യോ അതിൽ എന്തോ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇനി എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പം തന്നെ ആ മെസ്സേജിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഓൾറെഡി നമ്മൾ അയച്ചു കഴിഞ്ഞു. ഓറൽ കമ്മ്യൂണിക്കേഷൻ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരാളടുത്ത് സംസാരിക്കുകയാണ്, എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അയ്യോ സോറി ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് അയാളടുത്ത് പറഞ്ഞ് ഉടനടി തന്നെ നമുക്കത് തിരുത്താനുള്ള ഒരു അവസരം വെർബൽ കമ്മ്യൂണിക്കേഷനിലുണ്ട്. പക്ഷേ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ മിസ്റ്റേക്സ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള ആ ഒരു ടൈം ഗ്യാപ്പ് നമുക്കവിടെ കിട്ടുന്നില്ല. പിന്നെ പറയുന്നത് നോ പേഴ്സണൽ ടച്ച്. സെൻഡറും റിസീവറും രണ്ട് തലത്തിലാണുള്ളത്. ചിലപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവസരത്തിൽ കാണുക പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് സെൻഡറും റിസീവറും തമ്മിൽ അവിടെ എന്തില്ല, ദർ ഇസ് നോ പേഴ്സണൽ ടച്ച്. ഓറൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല. സംസാരിക്കുമ്പോൾ നമുക്ക് മുഖത്തോട് മുഖം നോക്കിയിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. നെക്സ്റ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ എമർജൻസി സിറ്റുവേഷൻ. വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ വല്ല തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഒരിക്കലും സൂട്ടബിൾ അല്ലാത്ത കമ്മ്യൂണിക്കേഷനാണ് ഏത്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അതിലും നല്ലത് ആളുടെ അടുത്ത് നേരെ പോയിട്ട് കാര്യം പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത കമ്മ്യൂണിക്കേഷനാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. നോട്ട് സൂട്ടബിൾ ഫോർ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ. എഴുത്തും വായനയും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇമെയിലോ ലെറ്ററോ കൊറിയറോ അയച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം അയാൾക്ക് വായിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ വേസ്റ്റ് ആവും. സോ ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ. ഓക്കെ ചിൽഡ്രൻ, ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ടുഡേയ്സ് സെഷൻ. വി ഹാവ് കവേർഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ സഹായിക്കുന്നത്, എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ് പോസിബിളാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഡ്രോബാക്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്തിട്ടുള്ളത്. പ്ലീസ് ടേക്ക് ഡൗൺ ദ ലെക്ചർ നോട്ട്, വാച്ച് ദ വീഡിയോ. ഇഫ് യു ഹാവ് എനി കമൻറ്റ്സ് or if you have any doubts, you can please contact me. Okay, I'll see you in the next class. Take care and bye-bye.